ഹോസ്റ്റലിൽ വന്നിട്ട് 3 മാസമായിട്ടോ. 3 മാസമായത് അറിഞ്ഞതേ ഇല്ലാന്ന് പറഞ്ഞത് നുണയായിപ്പോവും. വലിച്ച് നീട്ടി വലിച്ച് നീട്ടിയിട്ട് ആ 3 മാസം ഞാൻ എങ്ങനെയോ പറഞ്ഞയച്ചതാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഓഫീസിൽ പോണൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അന്ന് കുറച്ച് നേരത്തെ ഓഫീസിലോട്ട് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ കുറച്ച് ടൈം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഒരു വ്ളോഗ് എടുക്കാം. കുറേ ആയി ഞാൻ വിചാരിക്കുന്നു വ്ളോഗ് എടുക്കാമെന്ന്. പക്ഷെ അതിനുള്ളൊരു മൂഡ് എനിക്ക് ഉണ്ടാവാറില്ല. അതിന് ഡ്രസ്സ് ചേഞ്ച് ആക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ അതാണ് എടുത്തിട്ട് അവസാനിപ്പിക്കാൻ വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഓഫീസിലെ ആക്സസ് കാർഡാണ്. ഇതിൻ്റെ ബാക്കിൽ വരുന്നത് ലിഫ്റ്റിൻ്റെ ആക്സസ് കാർഡാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു ആക്സസ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലിഫ്റ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇതാണ് ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന ബാഗ്. ഇതിൻ്റെ ഫ്രണ്ട് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഇതിൽ കുറേ സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറേ സംഭവങ്ങളൊക്കെ വെക്കാനൊക്കെ പറ്റും. അപ്പോൾ പിന്നെ ഇതാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഫുഡ് എടുക്കാൻ വേണ്ടി നമ്മൾ താഴെ പോകണം. ഞാനൊരു 12:20 12:15 താഴെ മെസ്സിൽ പോയിട്ട് ഞാൻ ഫുഡ് എടുത്ത് വെക്കും. ഹോസ്റ്റലിനെ കുറിച്ചും അവിടുത്തെ ഫുഡ് കാര്യങ്ങൾ ഡീറ്റെയിൽസ്, റൂം റെൻറ്റ് അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഹോസ്റ്റലിൽ അന്വേഷിച്ച് നടക്കുമ്പോൾ എനിക്ക് കുറേ ഹോസ്റ്റൽ കണ്ടെത്തി. പക്ഷേ അതിനൊക്കെ നല്ല ഫീസാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഹോസ്റ്റലിന് ഫീസ് കുറവാണ്, നല്ല ഫുഡാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഫീസിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഹോസ്റ്റലിൽ വരുന്നത്. പിന്നെന്താ പറയുക, ഇപ്പോൾ ഞാൻ ആര്യാസ് റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ക്യാബ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കാറ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഷിഫ്റ്റ് ടൈം വരുന്നത് 1 to 10 ആണ്. ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 10 മണി വരെയാണ് എൻ്റെ ഒരു ഷിഫ്റ്റ് ടൈം എന്ന് പറയുന്നത്. അങ്ങനെ ക്യാബ് വന്നു. നമ്മൾ ക്യാബിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താ പറയുക, പിക്കപ്പും ഡ്രോപ്പും അവർ തരുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് ഇൻഫോ പാർക്ക് ഫേസ് 2 ട്രാൻസേഷ്യ ബിൽഡിങ്ങിനകത്താണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1.5 ഇയറായി ഞാൻ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട്. ഇതിന് മുന്നേ ഞാനും എന്താ പറയുക ഇൻഫോ പാർക്ക് തന്നെയായിരുന്നു ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത്. അത് ജ്യോതിർമയ ബിൽഡിങ്ങിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് കേട്ടോ. ഫേസ് 2 തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ഒരു ഓഫീസിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഓഫീസ്. ഓഫീസ് ബിൽഡിങ് ഇതാണ് വരുന്നത് കേട്ടോ. ട്രാൻസേഷ്യ ബിൽഡിങ് ഇതാണ് വരുന്നത്. അങ്ങനെ എന്താ പറയുക, സത്യം പറഞ്ഞാൽ എനിക്കൊരു കോർപ്പറേറ്റ് ലൈഫിനോട് ഒട്ടും താല്പര്യമില്ല. ഈ IT ലൈഫ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ് ഇൻഫോ പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഒരു കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഡ്രസ്സിങ്ങിനാണെങ്കിലും ഒക്കെ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഇവിടെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നത്തെ കാര്യം പറഞ്ഞാൽ എന്താ പറയുക, കോർപ്പറേറ്റ് ലൈഫ് ആകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ഇഷ്യൂസും എല്ലാ കമ്പനീസിലും ഉണ്ട്. അതില്ല എന്ന് പറഞ്ഞാലും നമുക്കറിയാമല്ലോ, കോർപ്പറേറ്റ് ലൈഫ് ആകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എക്സ്പെർട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മാനേജറായിട്ടും ടീമിലും ഇത്ര കാര്യങ്ങളെ നമുക്ക് അനുവദിക്കുള്ളൂ എന്ന് നമ്മളത് അംഗീകരിച്ചിട്ട് വേണം നമ്മളൊരു കോർപ്പറേറ്റ് ലൈഫിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെന്തെന്നാ പറയുക, പിന്നെ എനിക്ക് ഫീൽ ആയിട്ടുള്ളൊരു കാര്യം, നമ്മളെപ്പോഴും അതായത് കോർപ്പറേറ്റ് ലൈഫിൽ IT ലൈഫിൽ നമുക്ക് അത് ഇഷ്ടമാണെങ്കിൽ അതിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കാനൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. പക്ഷെ നമുക്ക് IT ലൈഫ് ഇഷ്ടമില്ലാത്തടത്തോളം കാലം നമ്മൾ ഇഷ്ടമില്ലാത്തൊരു ഫീൽഡിൽ വർക്ക് ചെയ്യരുത് എന്നാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. നമ്മൾ 7 മണിയായപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങിട്ടോ. ഇവൻ്റെ പേര് അശ്വിൻ എന്നാണ്. ഇവൻ കാനഡയിൽ പോവാണ്. നെക്സ്റ്റ് മന്ത് എന്താ പറയുക, 2nd വീക്ക് അവൻ പോകും. ഇപ്പോൾ നോട്ടീസ് പീരീഡിലാണ്. ഈ മന്ത് അവൻ ഇറങ്ങും. അവൻ പോയ പകുതി വൈബ് അങ്ങനെ പോകും. പിന്നുള്ളത് ടെസ്സിയാണ്. ടെസ് ചേച്ചിന്ന് ഞാൻ പറയാറ്. ആളും നൈസാണ്, നല്ല ഫുഡൊക്കെ ഉണ്ടാക്കും. കുക്കീസും ബ്രൗണിയും ബിരിയാണിയും ഒക്കെ നല്ല ഫുഡ് ഉണ്ടാക്കും. ആളിടയ്ക്ക് ഞാനും ചേച്ചിയും കൂടിയിട്ട് എന്താ പറയുക ബിസിനസ് ടോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് അങ്ങനെ ചെയ്യണം, നമുക്ക് ഈ മെസ്സഡ് നടത്താം എന്നൊക്കെ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇവരുടെ 2 പേരുടെയും കൂടെ നമ്മൾ കമ്പനി അടിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക എപ്പോഴും നല്ല പോസിറ്റീവ് വൈബിലാണ് ഇരിക്കാറ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ദിവസം എന്താ പറയുക ഓഫീസിൽ പിടിച്ച് നിർത്തിയിരുന്ന 2 ഘടകങ്ങളുള്ളൂ. അത് ഇവർ 2 പേരാണ്. ഇവൻ പോയി കഴിഞ്ഞാൽ പകുതി വൈബ് അങ്ങനെ പോയി. പിന്നെ ചേച്ചിയാണുള്ളത്. ഇപ്പം ഞാൻ കറൻ്റ്ലി 45 days വർക്ക് അറ്റ് ഹോം ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഷിഫ്റ്റ് കഴിഞ്ഞു. നമ്മൾ ഹോസ്റ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്യാബ് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഡ്രോപ്പ് പിന്നെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്ത് തരും. കുഴപ്പമില്ലാത്ത ഓഫീസാണ്. അത്യാവശ്യം നല്ല പാക്കേജ് തരുന്നുണ്ട്. പിന്നെ പ്രീവിയസ് കമ്പനിയിലെ പോലെ അധികം പ്രഷറും കാര്യങ്ങളൊന്നും ഇല്ല. അത്ര പ്രഷറില്ല. ഡൈനാമിക്കിൽ അത്ര പ്രഷർ ഞാൻ അവിടെ ഫേസ് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് IT ലൈഫ് ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞാനിതിൽ നിന്ന് എപ്പോഴും മാറണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഓഫീസ് വിശേഷങ്ങൾ. ബൈ ബൈ.